ലെറ്റ്സ് സ്റ്റാർട്ട്. നോട്ടിംഗ് ചാർജാണ്. ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞിരുന്നു. ഒരു ബില്ല് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണോ ആ ബില്ലുള്ളത് അയാൾ എന്ത് ചെയ്യണം, ഒരു നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇത് എന്തായിട്ടുണ്ട്, ഡിസോണർ ആയിട്ടുണ്ട് എന്ന് എഴുതി മേടിക്കുന്നതിനാണ് എന്ത് പറയുക, നോട്ടിംഗ് ചാർജ്. അപ്പോൾ അതിന് അയാൾക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കണ്ടേ. ആ നോട്ടിംഗ് ചാർജ് ഒരു എക്സ്പെൻസ് ആണ്. നോട്ടിംഗ് ചാർജ് എക്സ്പെൻസ് ഓഫ് ആരുടെ ആയിരിക്കും, ഡ്രോവി. അത് ആരൊക്കെ കൊടുക്കാം, ഹോൾഡ് ചെയ്ത ബില്ലാണെങ്കിൽ ആരോ കൊടുക്കാം, ഡ്രോവർ കൊടുക്കും. ഡിസ്കൗണ്ട് ചെയ്ത ബില്ലാണെങ്കിൽ ആരുടെ കയ്യിലുണ്ടാവുക, ബാങ്ക് കൊടുക്കും. എൻഡോസ് ചെയ്താണെങ്കിൽ ആര് കൊടുക്കും, എൻഡോസ്. അപ്പോൾ ഇതിനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ അക്കൗണ്ട്സിൽ എന്ത് വരും, ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞതിൻ്റെ തുക. നോട്ടിംഗ് ചാർജ് പറയും. വെൻ bill is dishonored, holder can get such fact noted on the bill by notary public. The notary public himself present the bill for payment to the drawee. ഇനി ആര് ഈ ബില്ല് ആർക്ക്, നമ്മൾ സാധാരണ ഈ ബില്ലിന് നമുക്ക് എന്താ ഗുണം, ബില്ലുകൊണ്ട് എന്താ ഗുണം, പൈസ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് ലീഗൽ പ്രൊസീഡ് ചെയ്യാന്നല്ലേ. അപ്പം ഇനി ആര് പ്രൊസീഡ് ചെയ്തോളൂ, ബാങ്കല്ല, നോട്ടറി പബ്ലിക്. ഓക്കെ അല്ലേ? അയാൾ ഡയറക്റ്റ് എന്ത് ചെയ്യും, കണ്ട പേയ്മെൻറ്റ് ടു ദ ഡ്രോയി, പ്രസൻറ്റ് ദ ബിൽ ഫോർ പേയ്മെൻറ്റ്. ഇനി പൈസ അടക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അയാളാണ് അങ്ങോട്ട് വക്കീൽ നോട്ടീസൊക്കെ അയക്കില്ലേ, അതേപോലെ. ഓക്കെ, വക്കീലാണല്ലോ ഇയാൾ. നോട്ടറി പബ്ലിക് ഈസ് എ ലീഗൽ അഡ്വൈസർ അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന ലീഗൽ അഡ്വൈസറാണ് നമ്മൾ എന്ത് പറയുക, നോട്ടറി പബ്ലിക് എന്ന് പറയാം. മീനിങ് ഓഫ് നോട്ടിംഗ് ചാർജാണ്. ഓക്കെ, എന്താ, നോട്ടറി പബ്ലിക് ചാർജ് സം ഫീസ് ഫോർ ദിസ് വർക്ക് വിച്ച് ഈസ് termed as noting charge. It is an expense to the drawee but met by the holder of bill. Holder ആരൊക്കെ ആവാം, ഡ്രോവർ, ബാങ്ക്, അല്ലെങ്കിൽ ഏതാ, എൻഡോസി. സിമ്പിൾ അല്ലേ? ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പറയട്ടെ, എല്ലാവരുടെയും നമുക്ക് പറയാം. ഇൻ ദി ബുക്സ് ഓഫ് ആരുടെ ആദ്യം പറയാം, ഡ്രോവറെ പറയാം. ഓക്കെ അല്ലേ? എൻട്രി സാധാരണ ബിൽ ഈസ് ഹെൽഡ് ബൈ ഡ്രോവർ. ഓക്കെ, നോട്ടിംഗ് ചാർജ് ഡ്രോവർ പേ നോട്ടിംഗ് ചാർജ്. ബില്ല് ഹോൾഡ് ചെയ്ത ആരാണെങ്കിൽ, ഡ്രോവർ ആണെങ്കിൽ ആരാണ്, ഡ്രോവറാണ് എന്ത് ചെയ്യേണ്ടത്, നോട്ടിംഗ് ചാർജ് അടക്കുക. അപ്പോൾ നോട്ടിംഗ് ചാർജ് അടക്കുമ്പോൾ എൻട്രി ശ്രദ്ധിച്ചു നോക്ക്, ഇതാണ് എൻട്രി. 100 രൂപ ആർക്ക് കൊടുത്ത്, നോട്ടറി പബ്ലിക്കിന് കൊടുത്ത്. അപ്പോൾ എൻട്രി എന്താ ശ്രദ്ധിച്ചു, ഡ്രോവി അക്കൗണ്ട് ക്യാഷ്. എന്താ ഇതിൻ്റെ ലോജിക്ക്, ക്യാഷ് പോയതിന് ആർക്കും ഡൗട്ടില്ലല്ലോ. ഡെപ്റ്റർ എമൗണ്ട് എന്ത് ചെയ്ത് കൂടി, ഡ്രോവി എന്ത് ചെയ്ത് കൂടി. ചിലപ്പോൾ 1000 രൂപ ഉണ്ടാവും, പ്ലസ് ഒരു 100 രൂപ, 1100 രൂപ ആര് തരണം, ഡ്രോവി തരണം. സിമ്പിൾ അല്ലേ? അസറ്റ് കൂടി. ഇഫ് ബില്ലീസ് ഏതാണ്, ഡിസ്കൗണ്ട് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ ബാങ്ക് പേ ദ നോട്ടിംഗ് ചാർജ്. അപ്പോൾ നമ്മളിപ്പോൾ ആരോ ബുക്സിലെ എൻട്രി പഠിക്കുന്നത്, ഡ്രോവറിൽ. അപ്പോൾ ഇവിടെ എൻട്രി ഉണ്ടാവും, ബാങ്കാണ് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ബാങ്ക് പേയ്മെൻറ്റ് നടത്തി ബാങ്കിന് ആര് പൈസ കൊടുക്കണം, അങ്ങനെ ഒരു പോയിൻ്റ് ഇവിടെ ഉണ്ട്. ഈ പൈസ 100 രൂപ ആർക്ക് കൊടുക്കണം, ഞാൻ പറഞ്ഞല്ലോ, ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോവറും ബാങ്കുമായിട്ടാണ് എന്ത് ബന്ധം. ഡ്രോവി ഫെയിലിയർ ആയാലും പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും ബാങ്ക് ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ, ഡ്രോവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞ് എത്ര ബാങ്ക് ചിലവഴിച്ചാൽ 100 രൂപ എക്സ്ട്രാ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അത് മാത്രം പോരാ, അതിൻ്റെ ഡിസ്കൗണ്ട് ചെയ്ത എമൗണ്ട് മൊത്തം കൊടുക്കേണ്ടി വരും. അടുത്ത ബില്ല് ഏതാണ്, എൻഡോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡോസി പേ നോട്ടിംഗ് ചാർജ്. അപ്പോൾ എന്തായിരിക്കും, എൻഡോസിന് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഗ്രേറ്റ്. ഓക്കെ അല്ലേ? എൻട്രി എന്താ വരിക, അപ്പോഴും പൈസ ആര് തരണം, അപ്പോൾ നമ്മൾ നടുവിലൊരാളായി. ആരിൽ നിന്ന് മേടിക്കണം, ഡ്രോവറാട്ടാ ഞാൻ, ഡ്രോവിയുടെ നിന്ന് കിട്ടണം, ആർക്ക് കൊടുക്കണം, എൻഡോസിക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. ക്രെഡിറ്റർ എന്നുള്ള എമൗണ്ട് കൂടും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഡ്രോവി അക്കൗണ്ട് അപ്പ് ടു എൻഡോസി. ദെൻ അടുത്ത ഇൻ ദി ബുക്സ് ഓഫ് ഡ്രോവി, ഇവർ രണ്ടല്ലേ നോക്കണ്ടേ. എന്താവും ഡ്രോവിയുടെ എൻട്രി വരിക, പറയാൻ പറ്റും. നോട്ടിംഗ് ചാർജ് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. ടു എന്താ, ടു പറഞ്ഞോ, കാരണം ആരായിട്ട് ബന്ധമുള്ളൂ, ഡ്രോവറായിട്ട് ബന്ധമുള്ളൂ. അപ്പോൾ ആര് കൊടുത്താലും എന്തെന്നാണ് ഇവിടുത്തെ എൻട്രി എന്താ, ഓക്കെ അല്ലേ? ചിലപ്പോൾ ബാങ്കാവും കൊടുത്തിട്ടുണ്ടാവുക, പക്ഷെ ബാങ്കിന് ആര് കൊടുക്കും, ഡ്രോവർ കൊടുക്കും. അപ്പോൾ ഡ്രോവി ആർക്ക് കൊടുത്താൽ മതി, എൻഡോസി കൊടുത്തിട്ടുണ്ടാവും, എൻഡോസിക്ക് ആര് കൊടുക്കും, ഡ്രോവർ കൊടുക്കും. അപ്പോൾ ഇയാൾക്ക് ഡ്രോവി ആർക്ക് കൊടുത്താൽ മതി, ഡ്രോവർ. ഓക്കെ ആണോ, സംഭവം സെറ്റല്ലേ? സമ്മപ്പ് ചെയ്യണോ?
നോട്ട് ഇൻചാർജ് ഇവിടെ ഏത് കേസിലൊന്നാണ്. അപ്പോൾ കണ്ട 1 2 3 ഇൻ ഓൾ ദ എബോവ് കേസ് ദ ഫോളോവിങ് 1 എൻട്രി. ക്ലിയർ? ഇനി എൻഡോസിഡയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, എൻട്രി ഉണ്ടാവും. നമുക്കൊരു ക്വസ്റ്റ്യൻ വരാണ്ട്, ഇതല്ല വേറെ ക്വസ്റ്റ്യൻ. എൻഡോസി എന്ത് ചെയ്ത് പൈസ കൊടുത്താൽ എന്താ ഉണ്ടാവുക? എൻട്രി പറയാൻ പറ്റുമോ? വന്ന് എന്ത് ചെയ്യും, എൻഡോസിയുടെ ക്യാഷ് പോകും, 2 ക്യാഷ് വരും. ഡെബിറ്റ് എന്ത് ചെയ്യുക, ഡ്രോവർ ചെയ്യും. ഓക്കെ അല്ലേ? ഡ്രോവർ പൈസ തരേണ്ടി വരും ആൾക്ക്, അത്രേ ഉള്ളൂ. എ ബിൽ ഈസ് നോട്ടഡ് വെൻ ഇറ്റ് ഈസ്. എപ്പോഴാണ് ബില്ല് നോട്ട് ചെയ്യുക? ഡിസോണർ ആകുമ്പോഴാണോ, ഹോണർ ആകുമ്പോഴാണോ, ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴാണോ, നൺ ഓഫ് ദിസ്? ഡിസോണർ ആകുമ്പോൾ. ചെക്ക് യുവർ പ്രോഗ്രസ് ആണ്. ഓഫീസർ അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഫോർ നോട്ടിങ് ഏതാ? നോട്ടറി പബ്ലിക്. അടുത്ത് ഈസ് പെയ്ഡ് ഇൻ ക്യാഷ് ടു നോട്ടറി പബ്ലിക് ഈസ് ചാർജ്ഡ് ബൈ ഹോൾഡർ. ആരാന്നുള്ള ചാർജ്ഡ് ബൈ ആണ് ഹോൾഡർ. ഓക്കെ അല്ലേ? പുതിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് ചെയ്ത് നോക്കല്ലേ? ദാസനും പിന്നെ ആരാണ്? വിജയനും. വളരെ പ്രശസ്തരായ ആളുകളാണ് ചരിത്രത്തിൽ. പുസ്തകത്താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട കഥാപാത്രങ്ങളാണ്. അല്ലാതൊരു പടമാണ്, കണ്ടില്ലേ? ദാസിന് നാടോടിക്കാറ്റ്, പിന്നെ എന്താണ് വേറെ സാധനം ഉണ്ട്, 3 പടമായിട്ടുണ്ട്. നാടോടിക്കാറ്റ്, പിന്നെന്താ പട്ടണപ്രവേശം. ഒരെണ്ണോടിയുണ്ട്, 3 ഉണ്ടായില്ല. 3 രണ്ടെണ്ണാവും. ഓക്കെ. അല്ല, ഇത് അവസാനിപ്പിക്കണ്ട. ദാസൻ ഇതാണ് ആവേശമാണ്. എന്തുകൊണ്ട് ഞാൻ CMAക്ക് ചേർന്നു? എന്തുകൊണ്ടാ? ഇതൊരു പാഷനായിട്ട് എടുത്ത്. ആരൊക്കെ പറഞ്ഞത് എന്താണ്, കുറച്ച് സ്റ്റാൻഡേർഡ് കോഴ്സാണ്, എന്നാ ഒന്ന് കാണണമല്ലോ, അങ്ങനെ തന്നെ. ഇപ്പം എത്ര വയസ്സായി? 24. ഓക്കെ. എന്തിപ്പോൾ ലേറ്റ് ആയതേ? കുറച്ച് സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. അതല്ലേ, സപ്ലികൾ തീർത്തൊരു കൊട്ടാരത്തിൽ. എന്തുണ്ടായപ്പോൾ? വേറെ എന്തെങ്കിലും പണിക്ക് വരുന്ന? ഓ, ദാറ്റ്സ് ഓൾ. പക്ഷെ ഇപ്പം ഈ അക്കൗണ്ട്സ് പുല്ലിയാട്ടാ, അന്നെ ഞാൻ പറയാം. ആ കാര്യം പറഞ്ഞു. ഓ, അത് ചിന്തിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. ഈ എന്ത് ചെയ്യണം? എഫേർട്ട് ഇടേണ്ടി വരും. ഓക്കെ, യു ക്യാൻ. ദാസൻ ഓസ് ടു വിജയൻ എത്ര റുപ്യ? അപ്പോൾ ദാസൻ ഓസ് ടു വിജയൻ എന്ന് പറയുമ്പോൾ ദാസൻ വിജയന് കൊടുക്കാണ്ട്. അപ്പോൾ ഇതിൽ വിജയനാവും ആര്? ഡ്രോവർ. ശ്രദ്ധിക്കണം കേട്ടോ. മറ്റാരാവും? ഡ്രോവർ. അപ്പോൾ അത് കഴിഞ്ഞു. വിജയൻ ഡ്രോ 2 months ബില്ല്. വിജയനാണല്ലോ. ഇവിടെ ഉണ്ട് 1000 റുപ്യ ദാസൻ്റെ മുകളിൽ. പിന്നെ ദാസൻ അക്സെപ്റ്റ് ആൻഡ് റിട്ടേൺ ടു വിജയൻ. ഓക്കെ. ഓൺ ദ ഡ്യൂ ഡേറ്റ് ദാസൻ ഫെയിൽ ടു ഹോണർ ഹിസ് അക്സെപ്റ്റൻസ് ആൻഡ് വിജയൻ അഗ്രി gets the bill is noted by paying 50 rupees noting charge to the notary public. 50 രൂപ കൊടുത്തു, കുഴപ്പമില്ല. പാസ് ജേണൽ എൻട്രീസ് ഇൻ ഡ്രോ ഫണ്ട് ഡ്രോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഹോൾഡ് ചെയ്താട്ടോ ബില്ല്, ഡിസ്കൗണ്ട് ചെയ്തിട്ടൊന്നുമില്ല, എൻഡോസ് ചെയ്തിട്ടില്ല, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം തന്നെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു അതാണ് ദാസൻ. ഓക്കെ. ഹോണർ ആവാൻ ഡിസോണറായി എന്ന് പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ എൻട്രി എന്താ? ദാസൻ അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവ്. ഇപ്പോൾ എന്തായാലും ഡിസോണറായി എൻട്രി എഴുതുമല്ലോ, നേരെ ഓപ്പോസിറ്റ് എൻട്രി. ഡ്രോ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതും. കൂടാതെ പൈസ എടുത്തിട്ട് ആരെ അടച്ചിട്ടുണ്ട്? ദാസനോട് അടച്ചിട്ടുണ്ട്. ദാസനല്ല അടച്ചില്ല, വിജയനാണ് അടച്ചത്. ഓക്കെ, ബിഹാഫ് ഓഫ് ദാസിന് വേണ്ടി. അപ്പോൾ എൻട്രി എന്താ? ദാസൻ അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഇനി മുകളിലെ 2 വേണമെങ്കിൽ എന്ത് ചെയ്യും? 2 കൂടെ കോമ്പൗണ്ടായിട്ട് എഴുതാമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? കാരണം 2 ദാസൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്തില്ലേ? ഇനി ദാസൻ മൊത്തം എത്ര തരണം? 1050 തരണം. ദാസനോട് വിളിച്ച് പറയും, ദാസ 1000 റുപ്യാണ്, പക്ഷെ നിൻ്റെ അടക്കായ്മ കാരണം, ഫെയിലിയർ കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? 50 രൂപ എക്സ്ട്രാ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്, അതും കൂടെ നീ തരണം. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? എങ്ങനെ? ദാസൻ അക്കൗണ്ട് അപ്റ്റർ ഈ 2 ഡെബിറ്റും കൂടെ കൂട്ടുക. എത്രയും 1050. 2 ബിൽസ് റിസീവബിൾ എത്ര? 1000. 2 ക്യാഷ് എത്ര? 50. ഓക്കെ അല്ലേ? മനസ്സിലില്ലേ? അപ്പോൾ നോട്ടിൻ ചാർജ് ഇവിടെ ആരോ കൊടുക്കുന്നത്? ഡ്രോവറാണ്. അപ്പോൾ എൻട്രി എന്താ വരിക? ഡ്രോവി അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഡ്രോവിയുടെ ആരാ? ദാസൻ. ഈ മുകളിലത്തെ 2 എൻട്രിനെ ഒരുമിച്ച് എഴുതിയെന്നുള്ളൂ അവിടെ. നമുക്ക് ആരുടെ ബുക്കിലും കൂടെ പോവാം? ഡ്രോവി അല്ലേ? ഡ്രോവി ആരാ? ദാസൻ. വിജയൻ അക്കൗണ്ട് അപ് ടു ഏതാണ്? ബിൽസ് പേബിൾ. പിന്നെ ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു വിജയൻ ഏതാണ്? ഡിസോണറായ എൻട്രി.
അല്ലേ? ഓക്കെ. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞ് നോട്ട് ഇൻ ചാർജ് ഇയാൾക്ക് ഒരു എക്സ്പെൻസ് ആണ്. ആ പൈസ അയാളിൽ നിന്ന് പോയിട്ടില്ല. ആര് കൊടുത്തിട്ടുണ്ട്? അല്ല, വിജയൻ കൊടുത്തിട്ടുണ്ട് ദാസിന് വേണ്ടിയിട്ട്. അപ്പോൾ 2 ഏതെഴുതും? വിജയൻ. എൻട്രി എന്താ? നോട്ട് ഇൻ ചാർജ് അക്കൗണ്ട് ഇട്ടു. നോട്ട് ഇൻ ചാർജ് എക്സ്പെൻസ് ഇൻക്രീസ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. വിജയൻ എന്താണ്? ലയബിലിറ്റി ഇൻക്രീസ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. പോയാ? ഇല്ല. ദെൻ ഈ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാൻ ആർക്കറിയാത്തത്? എന്താ? ബിൽസ് പേബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 1000 ടു വിജയൻ. നോട്ട് ഇൻ ചാർജ് അക്കൗണ്ട് ഡെപ്റ്ററിൻ്റെ കൂടെ ഏതാ? 50. പിന്നെ 2 വിജയൻ. ഓക്കെ. അപ്പോൾ വിജയൻ ഇനി മൊത്തം എത്ര കൊടുക്കണം? ദാസൻ 1050 കൊടുക്കണം. ദിസ് ഈസ് വാട്ട് ഈസ് എ കൈൻഡ് ഓഫ് നോട്ട് ഇൻ ചാർജ്. യു ഹാവ് ടു സ്റ്റഡി ഫോർ ദ എക്സാമിനേഷൻ ആൻഡ് ഗെറ്റ് ദ ഫുൾ മാർക്ക് ഇൻ യുവർ ഫൗണ്ടേഷൻ ലൈക്ക് ദാറ്റ് ഫോർ ദ പ്ലാനറ്റോറിയം. ദാറ്റ്സ് ഓൾ. ഓക്കെ.